കനായിക്കുന്ന് കൊട്ടാരത്തിൽ സമ്മർ കാർണിവൽ നടക്കുകയാണ്. മാർച്ച് 28 മുതൽ ഏപ്രിൽ 6 വരെയാണ് കാർണിവൽ. കാർണിവലിൻ്റെ എൻട്രൻസിൽ തന്നെ ബാൻഡ് മേളം ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ കാർണിവലിന്. എൻട്രി ഫീ 50 രൂപയാണ്. കുറച്ചു നേരം ബാൻഡ് മേളം കണ്ടതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കാർണിവലിന് കയറി. വിഷുക്കാലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലായിടത്തും കണിക്കൊന്നയാണ്. ദേ ഇവിടെയുണ്ട് ഒരുപാട് കണിക്കുന്ന പൂക്കൾ. കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളൊരു ചായയും കുടിച്ചു. കാർണിവലിൻ്റെ ഭാഗമായി ഇവിടെയെല്ലാം നല്ല ഭംഗിയായി അലങ്കരിച്ചിരിക്കുകയാണ്. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ചേട്ടൻ കാര്യമായി പാനിപ്പൂരി ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മൾ കാർണിവലിൻ്റെ എൻട്രൻസിലെത്തി. കാർണിവലിൽ കയറിയപ്പോഴാണ് അവിടെ ഒരു മിനി രാജസ്ഥാൻ തന്നെയാണെന്ന് മനസ്സിലായത്. രാജസ്ഥാനിൽ കാണുന്ന വിവിധ തരത്തിലുള്ള നാടോടി കലാരൂപങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. രാവണഘട്ട സംഗീതമാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടത്. ചാരി നൃത്തവും കാൽബലിയ നൃത്തമൊക്കെയാണ് അടുത്തതായി കണ്ടത്. ചാരി നൃത്തം പ്രധാനമായിട്ട് ഒരു സ്ത്രീ സംഘ നൃത്തമാണ്. വിവാഹവേദികളിലും ഉത്സവങ്ങളിലുമാണ് ഇവ അവതരിപ്പിക്കുന്നത്. രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ കാണുന്ന ഒരു പ്രത്യേകതരം ഗോത്രമാണ് കാൽബലിയ. അടുത്തതായി കണ്ടത് കത്പുട്ലി ഷോയാണ്. ഇതൊരു സ്ട്രിംഗ് പപ്പറ്റ് തിയേറ്ററാണ്. കട്ട്പുട്ലി എന്ന് വെച്ചാൽ തന്നെ പൂർണ്ണമായും മരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പാവ എന്നാണ് അർത്ഥമാക്കുന്നത്. രാജസ്ഥാനിലെ നാടോടി കഥകളും പാട്ടുകളും ആണ് ഇതിൻ്റെ പരാമർശം. രാജസ്ഥാനിലെ സാധനങ്ങൾ വിൽക്കുന്ന ധാരാളം സ്റ്റാളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ലൈവായി നമുക്ക് വളകൾ നിർമ്മിച്ച് നൽകുമായിരുന്നു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര വളകൾ വേണമെങ്കിലും അവർ നിർമ്മിച്ചു തരും. കാർണിവലിൻ്റെ ഭാഗമായി മറ്റൊരു സ്റ്റേജിൽ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ലൈവ് പോർട്രേറ്റ് സ്കെച്ചും അതുപോലെ തന്നെ മറ്റ് ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെയൊക്കെ സ്റ്റാളുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് കണ്ടത് ജഗ്ലിംഗ് ഷോയും വെർട്ടിക്കൽ ഡ്രം ഷോയുമാണ്. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് നടന്ന് ഓരോ സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ കാണുന്നത് മിനി തിയേറ്ററാണ്. അവിടെ ഷാഡോ പ്ലേ നടത്തുകയാണ്.
ധാരാളം ഫുഡ് സ്റ്റാളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഒരു സ്റ്റേജ് ഷോയും നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പ്ലേ ഏരിയയും കാർണിവലിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റാളിലൂടെയൊക്കെ നടന്ന് ലാസ്റ്റ് നമ്മൾ സ്റ്റേജിൻ്റെ അടുത്തെത്തി. അവിടെ ഇപ്പോൾ ഫയർ ഡാൻസ് തുടങ്ങിയാണ്. സ്റ്റേജിൽ മജീഷ്യൻ അശ്വിൻ്റെ മാജിക് ഷോ നടക്കുകയായിരുന്നു. കുറച്ചു നേരം നമ്മൾ അതിന് കണ്ടതിന് ശേഷം സമയമേറെ വൈകിയതുകൊണ്ട് തന്നെ നമ്മൾ കാർണിവലിൽ നിന്നിറങ്ങി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാർണിവൽ.